അസ്സലാമു അലൈക്കും. ഞാനപ്പോൾ ഒരു പരിപാടിയിലായിരുന്നു. അപ്പോൾ എന്നോട് പറയാൻ വിട്ടുപോയൊരു സംഗതിയാണ്. അതായത് ഞാൻ അയച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകളാണ്. ഒന്ന് ഉമ്മത്ത് മുന്നോട്ട് പറഞ്ഞ ഗ്രൂപ്പ്, മറ്റൊന്ന് മുജാഹിദ് വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പുമാണ്. എൻ്റെ പേരെന്താ എനിക്കറിയില്ല, അറബിയിലാണ് എഴുതിയത് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിലും ഒരേ വീഡിയോസ്, ഒരേ ഓഡിയോ ആണ് വരുന്നത്, ഒരേ ആൾക്കാരതും. ഡെയിലി വരുന്ന സംഗതി, എല്ലാ ദിവസവും ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ മുജാഹിദ് ഗ്രൂപ്പിൽ ആ ആളെ പേരുണ്ടാവും, ആ ആളുടെ വീഡിയോ ആണ് അയക്കേണ്ടി തോന്നുന്നു, അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഉമ്മത്ത് മുന്നോട്ട് വന്ന ഗ്രൂപ്പിൽ വേറൊരാൾ ഇത് അയക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാളെ പേര് ഒഴിവാക്കുക. ആരുടെ പേര്? പ്രസംഗകൻ്റെ പേര് ഒഴിവാക്കുക. അത് മുജാഹിദ് പേരാകുമ്പോൾ അതിലുള്ള ആൾക്കാർക്ക് പ്രശ്നമാവുമല്ലോ. അപ്പോൾ ആ പേര് ഒഴിവാക്കി വിടുക. മാത്രമല്ല സമയത്തിലും മാറ്റമുണ്ട്. കട്ട് ചെയ്ത് കണ്ടാണ് വിടുന്നത്. കാരണം ചിലപ്പോൾ അതിൻ്റെ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ആളെ പേരൊക്കെ പറയുന്നുണ്ടാവും, അതൊക്കെ ഒഴിവാക്കി കണ്ട് ആളെ പേര് ഒഴിവാക്കി കണ്ടുള്ള ഭാഗമാണ് വിടുന്നത്. എന്നിട്ട് ഒരേ മെസ്സേജ് രണ്ട് ഗ്രൂപ്പിലും പോകണം എന്നുള്ളതാണ്. മുജാഹിദ് വിഭാഗത്തിനാണ്. അപ്പോൾ ഉള്ളുകൂടെ സ്വാഭാവികമായിട്ടും ഓരോ ആശയങ്ങളൊക്കെ പോലെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ ഇത് ഉമ്മറ്റ് മുന്നേറ്റ് എന്ന് പറഞ്ഞ ടീം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അതിൽ അഡ്മിനാണ് ഇത് ഷെയർ ചെയ്യുന്നത്. മനസ്സിലാക്കണം, അതിൻ്റെ അഡ്മിനാണ്. അവിടെ മുജാഹിദായ അഡ്മിൻ അപ്പം ഉമ്മത്ത് മുന്നോട്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുണ്ട് എന്നാണ് അതിന് മനസ്സിലാവേണ്ടത്. ആ അഡ്മിനാണ് ഈ പറഞ്ഞ വിഷയം ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൃത്യമായ മുജാഹിദ് ആളുകളുടെ പ്രഭാഷണങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ഇതിലെ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചത്. ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ഇതിൽ നോക്കിയാൽ ഒരു സൽക്കർമ്മങ്ങൾ കൊണ്ട് സന്തോഷം നേടുക, ഇതൊരു യൂട്യൂബ് ലിങ്കാണെന്ന് പറഞ്ഞ വീഡിയോ ആണത്. ആ വീഡിയോയിൽ അയാളുടെ പേരുണ്ട്, സവാദ് സലഫി. അതിൻ്റെ താഴെയും ആ പേര് കൊടുത്തിട്ടുണ്ട്, സവാദ് സലഫി. ഈ ടൈം നോക്കേണ്ടി അതിൽ ഒരു കൃത്യമായ ടൈം അതിൽ കൊടുത്തിട്ടുണ്ട്. ടൈം 4 മിനിറ്റും 20 സെക്കൻഡുമാണ് ഇതിലുള്ള ടൈം എന്ന് പറയുന്നത്. ഡേറ്റ് 24/10/2025 ഫ്രൈഡേ. ഓക്കെ.